വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്ന പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റ് പി മോഹൻരാജ് ദീർഘകാലമായി താൻ കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയായും തനിക്ക് അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല. ഇത്തവണ മത്സരിക്കാനുള്ള ആഗ്രഹം കെപിസിസി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അവസരം ലഭിക്കുമെന്ന് കരുതുന്നതായും പി മോഹൻരാജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 45 വർഷമായി താൻ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുകയാണെന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തനിക്ക് ന്യായമായ പരിഗണന ലഭിക്കണമെന്നും പി മോഹൻരാജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. 45 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്നതാണ്. ന്യായമായി മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. 2001 തൊട്ടിലുള്ള തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും എന്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല എന്നാണ് എന്റെ വിശ്വാസം. ആറന്മുളയാണ് തന്റെ മണ്ഡലം. അവിടെയല്ലാതെ ജില്ലയിലെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അവസരം ലഭിച്ചാലും മത്സരിക്കാൻ സന്നദ്ധനാണ്. തന്റെ ആഗ്രഹം കെപിസിസി നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പരിഗണന ലഭിക്കുമെന്നാണ് കരുതുന്നത്. സാധാരണ പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുള്ള ബാല്യം ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതല്ലാതെ ഇനി ഒരു അവസരം എനിക്കുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. അത് ഞങ്ങളുടെ നേതൃത്വം പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും യുഡിഎഫിന് എക്കാലത്തും വ്യക്തമായ മേൽക്കൈയുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചകൾ പരാജയത്തിന് ഇടയാക്കി. ഇത്തവണ മികച്ച പ്രതിച്ഛായയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാലേ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയം ജില്ലയിൽ കൈവരിക്കാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കണമെന്ന വികാരം കോൺഗ്രസിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ എ ഗ്രൂപ്പിൽ ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡിസിസി പ്രസിഡന്റിന്റെ പരസ്യ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. സജോ ദേവസ്യ, മീഡിയ വൺ, പത്തനംതിട്ട.